ഇത് സ്ത്രീ ജീവിതങ്ങളുടെ വളർച്ചകൾ കണ്ട വേദി റെഡ് കാർപ്പറ്റ്. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. സോ റെഡ് കാർപ്പറ്റിലേക്ക് ഒരിക്കൽ കൂടി ഷീലാമ്മയെ ഞങ്ങൾ സ്വാഗതം ചെയ്യാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് ചോദിക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷീലാമ്മയ്ക്ക് എന്താ തോന്നുന്നത് പഴയ ഒരു സിനിമ അഭിനയം അല്ലെങ്കിൽ സിനിമ സെറ്റിലെ കാര്യങ്ങളും ഇപ്പോഴത്തെ സിനിമ എല്ലാം തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഷീലാമ്മയുടെ അഭിപ്രായത്തിൽ എന്താണ് ആ ഒരു മെയിൻ വ്യത്യാസം തോന്നിയിരിക്കുന്നത്? മെയിൻ വ്യത്യാസം എങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഈ ഹീറോയിനോട് 2-3 പടത്തിൽ അഭിനയിച്ചു. പിന്നെ ഈ ഹീറോ ഉണ്ടല്ലോ, ഫോൺ ചെയ്ത് ചോദിക്കുകയാണ്, ആ പ്രസവിച്ചോ, എന്ത് കൊച്ചാ? ആ പെൺകൊച്ച്. ആ എന്നാൽ അടുത്ത പടത്തിൽ എൻ്റെ ഹീറോയിനാണ് കേട്ടോ. അത്രയും യങ് ഹീറോയിൻസ് വേണം അവർക്ക്, യങ് ആയിട്ട്. മനസ്സിലായോ? പ്രസവിച്ചോ പെൺകൊച്ചാന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത പടത്തിൽ അങ്ങനെ യങ് ആയിട്ടുള്ള പെണ്ണുങ്ങളായിട്ട് വേണം. പിന്നെ ഈ ഹീറോയിനായിട്ട് അഭിനയിച്ചവർ അവരുടെ അമ്മയാവും. പിന്നെ കറക്റ്റ്. ഇപ്പോൾ സുമത്രയൊക്കെ എത്രയോ പടത്തിൽ വലിയ വലിയ ഹീറോസിന്റെ അമ്മയായി ജോഡിയായിട്ട് അഭിനയിച്ചതാ. ഇപ്പൊ അമ്മയായിട്ടല്ലേ അഭിനയിക്കുന്നത്. ഒരിക്കലും ഈ ഹീറോസ് വന്ന് അച്ഛനാവുന്നില്ല ഇവരുടെയൊക്കെ. അമ്മ ഈ സ്ത്രീകൾക്കാണ് ഈ പ്രായമാവുന്നതും. അതിന്റെ ഒരു കാരണമല്ല കാരണം ജനങ്ങളുടെ അതായത് ആണുങ്ങളുടെ മനസ്സിലിരിപ്പാണത്. കാരണം പുതിയ 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 പെണ്ണുങ്ങളെ കാണണം, പുതിയ 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 ആൾക്കാർ വേണം. അതെ. ഇപ്പൊ ഷീലാമ്മ ഒരു കാലഘട്ടത്തിന്റെ നായിക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ആ സമയത്ത് അഭിനയിച്ചു, ഇപ്പോഴും ചില സിനിമകളിൽ അഭിനയിച്ചു. അപ്പോൾ ലൊക്കേഷനിലുള്ള ഒരു വ്യത്യാസം എന്താ തോന്നിയിട്ടുള്ളത്? ഈ ലൊക്കേഷനിലെ ഈ പറഞ്ഞ പോലെ കാരവൻ സൗകര്യം, പിന്നെ ആളുകളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു അറ്റാച്ച്മെന്റിലൊക്കെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ടാവും. ലൊക്കേഷനിൽ അങ്ങനെ എന്തെങ്കിലും വലിയൊരു മാറ്റം? പിന്നെ ഇപ്പൊ പറയുന്ന പോലെ സ്ത്രീകൾ സുരക്ഷിതരല്ല. ഈ മീറ്റുവിനെ കുറിച്ച് എന്താ ഷീലാമ്മയുടെ അഭിപ്രായം? നല്ലൊരു കാര്യമാണ് മീറ്റു എന്ന് പറയുന്നത്. പെണ്ണുങ്ങൾക്ക് എവിടെയോ നമ്മളെ വന്ന് നമ്മുടെ എല്ലാ കുറവുകളും അല്ലെങ്കിൽ നമ്മളെപ്പറ്റി ഒരു പ്രശ്നങ്ങളും സങ്കടങ്ങളും പറയാൻ ഒരു സ്ഥലമുള്ളത്, ഇതൊക്കെ ഉള്ളത് പറയാൻ ഒരു സ്ഥലമുള്ളത് വളരെ നല്ലതാണ്. പക്ഷെ മീറ്റു എന്നുള്ള പേര് വെച്ചുകൊണ്ട് ഒരാൾ നിന്നെ തൊട്ടു, അത് ഉടനെ വന്ന് പോയി പറയണം. അവിടെ ആൾക്കാരുണ്ടല്ലോ, ഉടനെ പോയി പറയണം. അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞെങ്കിലും പറയണം. കൊല്ലങ്ങളോളം കഴിഞ്ഞിട്ടാണ്, 1-2 കൊല്ലം കഴിഞ്ഞിട്ടാണ് അവരെ പറ്റി കുറ്റം പറയുന്നത്. അവിടെയാണ് ഒരു പ്രശ്നം. അപ്പൊ ഞാൻ പറയട്ടെ, ലൗനും ഈ എന്താ പറയാ ബലാസംഗമ എന്താ പറയുന്നത് ഇപ്പൊ എന്തോ പറയുന്നല്ലേ, പ്രേമമല്ലാതെ പ്രേമം ഒന്ന് വെറുതെ ടൈം പാസ്. അപ്പോ ഈ വാസ്തവത്തിൽ ആ പെണ്ണിന് അല്ലെങ്കിൽ ആ നടിക്കോ വേറൊരു പെണ്ണിനോ ഒരു പ്രശ്നം ഉണ്ടായ ഉടനെ അവിടെ പോലീസ് സ്റ്റേഷനുണ്ട്, പെണ്ണുങ്ങൾക്കുള്ള പോലീസ് സ്റ്റേഷനുണ്ട്, WW ഉണ്ട്, പിന്നെ അമ്മയുണ്ട്, അമ്മ സംഘടനയുണ്ട്. അവർ വളരെ നല്ല ഇതായിട്ട് നോക്കുന്ന ആൾക്കാരെ. അവരോട് പറയണ്ടേ? അതെ, പറയണം. ഒരു കൊല്ലം മുഴുവനും ചുറ്റി നടന്ന് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് വന്ന് പറയുന്നത്. അതിലൊരു ആണുങ്ങളെ വന്ന് മുതലെടുക്കുക. വീട്ടു ആവശ്യമാണ്, പക്ഷെ ആർക്കാണ് ആവശ്യം, ഏത് സാഹചര്യത്തിലാണ് ആവശ്യം, എല്ലാത്തിനും ഒരിതുണ്ടല്ലോ. ഇപ്പോഴാണ് കേൾക്കുന്നത്. കാരണം ഒരുപാട് മാധ്യമങ്ങൾ, ഒരുപാട് പത്രങ്ങളും അതും ഇതൊക്കെ അവർക്കും ഫേസ്ബുക്കും യൂട്യൂബും ഇതിലൊക്കെ ഇടാനായിട്ട് അവർക്ക് വന്ന് ഒരു വാർത്ത വേണം. ഇത് വലുതാക്കി ഒരു വാർത്തയ്ക്ക് വേണ്ടി വലുതാക്കുന്ന ചില കാര്യങ്ങൾ വളച്ചൊടിച്ച് വാർത്തകളാക്കുന്നു. അതെ, വളച്ചൊടിച്ച് ഒരാളോട് സംസാരിച്ചാൽ കഴിഞ്ഞു. അതെ. അതായത് ഇപ്പൊ എല്ലാവരും ഒരു നടനോ നടിയോ ഒരുമിച്ച് 2-3 സിനിമ അഭിനയിച്ച ഉടനെ ഗോസിപ്പ് വരും. പക്ഷെ അന്ന് എങ്ങനെയായിരുന്നു? ഗോസിപ്പും ഇല്ല, ഒന്നുമില്ല. ഞങ്ങൾ എത്രയോ പടത്തിൽ അഭിനയിച്ചു. അത് കഴിഞ്ഞ് പിന്നെ മധുരോട് 65-68 പടങ്ങൾ മധുരോട് അഭിനയിച്ചു. സത്യൻ സാറിന്റെ കൂടെ വന്ന് ഞാൻ ഒരു 40 പടങ്ങളോ അങ്ങനെ അഭിനയിച്ചു. അങ്ങനെ ഒരുപാട് പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ആരും ഞങ്ങളെ പറ്റിയൊന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ വന്ന് ഗവൺമെന്റ് വന്ന് ഒരെണ്ണം ഹേമ കമ്മീഷൻ എന്ത് അത് തുടങ്ങി കുറെ നാള് കൊണ്ടു നടന്നവര് എന്തുകൊണ്ടത് പുറത്തു വന്നില്ല? എന്തുകൊണ്ടത് ഇത് എത്ര നാളായി ഇത്രയും ചെലവായിട്ട് എന്തുകൊണ്ടത് പുറത്തു കൊണ്ടുവരുന്നില്ല? ഹേമ കമ്മീഷൻ എന്ന് പറഞ്ഞ് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന കാര്യങ്ങളാണ്. എന്തുകൊണ്ട് പുറത്തു വരുന്നില്ല? അതാണ് എന്റെ ചോദ്യം. എന്തുകൊണ്ട് പുറത്തു കൊണ്ടുവരുന്നില്ല? അപ്പൊ ഇങ്ങനെ ഒരു സ്ഥാനത്തേക്ക്, ഇങ്ങനെ ഉത്തരവാദിത്ത ഒരു സ്ഥാനത്തേക്ക് ആരെങ്കിലും ക്ഷണിക്കുകയാണെങ്കിൽ ഷീലാമ്മ പോവോ? ഹേമ കമ്മീഷൻ മാതിരി ആണെങ്കിൽ ഞാൻ പോകത്തില്ല.
എന്തിനാ വെറുതെ നമ്മൾ പോയി സംസാരിച്ച് കാലത്ത് 8 മണി 9 മണി വരെയും ആ പെണ്ണുങ്ങളെല്ലാം കൂടി കഷ്ടപ്പെട്ട് എത്ര നേരം അവർ കഷ്ടപ്പെട്ട് കാണും. അതെ അതെ. അങ്ങനെയാണ് ഈ ഹേമ കമ്മീഷനോട് ഞാൻ പോകത്തില്ല. എന്തിനാ ഇത്? ഈ പെണ്ണുങ്ങൾക്ക് നല്ല ധൈര്യമുള്ള ഇപ്പോഴുള്ള പെണ്ണുങ്ങളെല്ലാം പഠിച്ചവരാണ്, നല്ല വിവരം. കാരണം എൻ്റെ കൊച്ചുമക്കളൊക്കെ 13 വയസ്സേ ആയിട്ടുള്ളൂ. അവരൊക്കെ സംസാരിക്കുന്നതിൽ 10 ഇതുപോലെ എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. അവരൊക്കെ നല്ല വിവരമുണ്ട്, എന്താണ് എങ്ങനെയാണെന്നൊക്കെ വിവരമുണ്ട്. ഇങ്ങനെ തെറ്റ് ശരിയൊക്കെ. അപ്പോൾ അവർ എന്തുകൊണ്ട് തന്നെ എതിർക്കാനുള്ള ശക്തി അവർക്കില്ലേ? ഞാൻ പറയട്ടെ, രാത്രി മഹാത്മാഗാന്ധി പറഞ്ഞ രാത്രി 12 മണിക്ക് ഒരു പെണ്ണ് തനിച്ച് റോട്ടിൽ നടന്നു എന്ന് പോന്നു. അന്നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. കറക്റ്റ്. ഈ സ്വാതന്ത്ര്യമല്ല, അന്നാണ് ഇന്ത്യക്ക് സത്യമായിട്ടുള്ള സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞിരുന്നു. ചെറിയ 3 വയസ്സുള്ള കൊച്ചിനെയൊക്കെ എന്തൊരു അക്രമമാണല്ലേ ഇതൊക്കെ. ഇതൊക്കെ ഓർക്കുമ്പോൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുമാതിരി ആവുന്നു. പക്ഷെ പലപ്പോഴും ചില കാര്യങ്ങളിൽ പ്രതികരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ പിള്ളേർക്കൊക്കെ ഉണ്ട് അങ്ങനെ ചെയ്യുന്നവരുമാരെ ഉടനെ വിളിച്ചുകൊണ്ട് വന്ന് എന്താണ് നിങ്ങളുടെ ഇതിനുള്ള സാക്ഷി വേണം എന്ന് വെച്ചാൽ, ഈ 3 വയസ്സ് കൊച്ചിനെ ഇങ്ങനെ ആക്കിയതിൻ്റെ ആ കൊച്ചിനെ അറിയാമോ പറയാനായിട്ട്? അവിടെ വെച്ച് തന്നെ ഉടനെ ഷൂട്ട് ചെയ്ത് കൊല്ലണം അവന്മാരെ. എൻകൗണ്ടർ ചെയ്യണം. കാരണം നമ്മുടെ ദുബായിലൊക്കെ ഇങ്ങനെ ഇത്രയും കുറ്റങ്ങളുണ്ടോ? ഇല്ല. അവരുടെ ശിക്ഷ കൂടുതലാണ്. ഇവിടെ ശിക്ഷ കൊണ്ടുപോയി വിട്ടാലും കൂടെ അവനൊരു മന്ത്രിയുടെ മകനോ അല്ലെങ്കിൽ വലിയൊരു VIP മകനാണെങ്കിൽ അവന് പുറത്തു വരാം. അല്ലെങ്കിൽ തന്നെ 14 കൊല്ലം ജീവിതം ഇത് കഴിഞ്ഞുകൊണ്ട് പുറത്തു വന്ന് അവന് ഇഷ്ടത്തിന് നടക്കാം. അതെ, ഇവിടെ ശിക്ഷ കുറവാണ്. പേടിയില്ലാത്തതുകൊണ്ടായിരിക്കാം. ശിക്ഷ കുറവാണ്. ശിക്ഷയിൽ ഒരു പേടിയില്ല. എന്ത് വേണേലും ചെയ്യാം. നമുക്ക് ആളുണ്ടല്ലോ, കുറേ ആളുണ്ട്, നോക്കിക്കോളാം. അതെ അതെ അതെ. ഈ എന്താ പറയുക, ഷീലാമ്മയുടെ ഒരു പേരിനെ കുറിച്ച് നമ്മൾ ഇപ്പോൾ പറയും, ഇപ്പോൾ ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ എന്നൊക്കെ പറയുന്ന പോലെ ഷീലാമ്മയ്ക്ക് ഒരു പേരുണ്ട്, അഭിനയ സരസ്വതി ഷീല. അല്ല, അങ്ങനെ ഒരു പേര് ഞാൻ കേട്ടിട്ടുണ്ട്. പത്രങ്ങളൊക്കെ ഇട്ടിരുന്നു, കുറച്ച് പടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ശാരദയ്ക്കൊന്ന് ദുഃഖപുത്തിരി. അതെ, ഞാൻ എന്തായിട്ടും ആ അമ്മയായിട്ട് അഭിനയിക്കും, മനിയത്തായിട്ട് അഭിനയിക്കും, ഓരോ വേശ്യയായിട്ടും അഭിനയിക്കും, അങ്ങനെ ക്യാരക്ടറോ അത് ഞാൻ അഭിനയിക്കും. ആദ്യമൊക്കെ കുറച്ച് ഗ്ലാമർ, അപ്പോൾ കുറച്ച് കൊഴുക്കും മെഴുക്കുന്നൊക്കെ ഉണ്ടാവില്ല. ക്യാമറ കൊണ്ട് ബാക്കിൽ വെക്കും. ഒരു പടത്തിൽ ഞാൻ വിഷ്ണു വിജയ് എന്നൊരു പടം, അപ്പോൾ കുറച്ച് ഒരു പാവാട ഇട്ടുകൊണ്ട് ഞാൻ വരണം. സ്റ്റെപ്പിൽ കയറി മുകളിൽ നിന്ന് ഞാൻ ഇറങ്ങി വരണം. ഏത് ഡ്രസ്സ് ഇടുന്നതെല്ലാം പ്രധാനം. ഈ ക്യാമറാമാനോട് കൊണ്ട് താഴെ ഇങ്ങനെ വെച്ചു, ഇങ്ങനെ 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 കയറുന്ന സ്ഥലത്ത് താഴെ വെച്ചു. ഞാൻ പറഞ്ഞു ക്യാമറ മാറ്റണം എന്ന് പറഞ്ഞു. ഞാൻ ഈ ഡ്രസ്സ് ഇടാൻ പറഞ്ഞു, ഞാൻ ഇട്ടു. പക്ഷെ ക്യാമറ വെക്കുന്ന മര്യാദയ്ക്ക് അവിടെ വെക്കും, അല്ലെങ്കിൽ ഞാൻ സാരി കെട്ടിക്കൊണ്ട് വന്ന് ഞങ്ങൾ എവിടെ വേണമെങ്കിലും വെച്ചു കൊടുത്തോളൂ എന്ന് പറഞ്ഞു. ഞാനും ക്യാമറമാനായിട്ട് ഭയങ്കര തർക്കം. അവസാനം ഞാൻ പോയി സാരി കെട്ടിക്കൊണ്ട് വന്നു. എടുത്തോ, എങ്ങനെ വേണമെങ്കിലും എടുത്തോളൂ. മനസ്സിലായോ? ഡ്രസ്സിലല്ല ഉള്ളത്. എങ്ങനെയാ നമുക്കറിയില്ല അവർ ക്യാമറ എവിടെയാ വെക്കുന്നത്. ഇപ്പൊ നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്നു, ഇവിടെ കൊണ്ടുവന്ന് ക്യാമറ വെച്ചാ കാര്യമില്ല. ഇവിടെ വെച്ചാലാ കാര്യം, അവർക്ക് കാര്യം, നമുക്ക് കാര്യമില്ല. അപ്പോൾ എന്തായാലും ഈ നിലപാടുകൾ, അത് ആരെയും പേടിക്കാണ്ട് എവിടെയും ആ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കാണിക്കുന്ന ഒരു മനസ്സും, അതും ഒരു സ്ത്രീക്ക് ആവശ്യമാണ് അല്ലേ? കല, കായികം, അതിലൊക്കെ അപ്പുറത്ത് ഇങ്ങനെയുള്ളൊരു മനസ്സ്, അല്ലെങ്കിൽ ഒരു ശക്തിയുടെ ഒരു ശബ്ദം ഉയർത്താൻ സാധിക്കുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളുടെ ഈ ഒരു ചെറിയ ചോദ്യത്തിനും ഇത്ര സ്ട്രോങ് ആയിട്ടൊരു ആൻസർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും പറഞ്ഞ പോലെ ധീര വനിതയും കൂടിയാണ് ഷീലാമ്മ. എന്തായാലും നമുക്ക് ഷീലാമ്മയെ പോലെ തന്നെ, അല്ലെങ്കിൽ ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് അവരുടെ ജീവിതത്തിൽ അവർ ഒരുപാട് സ്ട്രഗിളുകൾ അനുഭവിച്ചു, അല്ലെങ്കിൽ കുറേ കാര്യങ്ങളിൽ ബുദ്ധിമുട്ടി. പക്ഷെ എന്നാലും അവർക്ക് ആവശ്യമുള്ള കരിയർ അവർ ചൂസ് ചെയ്തു. സക്സസ് ആയ ഒരുപാട് വനിതകളെ നമ്മളിവിടെ പരിചയപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നോക്കാം, ഇന്ന് ആരാണ് ഷീലാമ്മയ്ക്ക് വേണ്ടിയിട്ട് പെർഫോം ചെയ്യാൻ വരുന്നത്, അല്ലെങ്കിൽ ആരാണ്, എന്താണ്, ഏത് കലാരൂപമാണ്, ഇതെല്ലാം അറിയാനുള്ളൊരു സമയം കൂടിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അവരെ ഒന്ന് വിളിച്ചാലോ? തീർച്ചയായിട്ടും. യെസ്. അപ്പൊ ഷീലാമ്മ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്നത് ഒരു അമ്മയും മകളുമാണ്. അവരുടെ ഒരു സ്നേഹം, അവരുടെ കലാപരമായുള്ള ജീവിതം, അത് എങ്ങനെയൊക്കെയാണെന്നൊക്കെ അറിയാനാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും വിളിക്കാം അല്ലെ? റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ദിവ്യശ്രീ ആൻഡ് ഹൃദ്യ. രണ്ടുപേർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം.
അപ്പോൾ നിങ്ങളുടെ ഷീലാമയെ കാണാനുള്ള ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. ഇന്ന് നിങ്ങളുടെ പെർഫോമൻസ് കാണാൻ പോകുന്നത് ഷീലാമയാണ്. അപ്പോൾ പറയൂ, അമ്മയും മകളും അങ്ങനെയാണ് നമ്മൾ വിശേഷിപ്പിച്ചത്. രണ്ടുപേരും ഒരേ ഡ്രസ് കോഡിലൊക്കെ എപ്പോഴും ഇങ്ങനെയാണോ നിങ്ങൾ? ഭയങ്കര ഫ്രണ്ട്സ് ആണോ നിങ്ങൾ? ഫ്രണ്ട്സാണ്, ഡ്രസ് കോഡ് അങ്ങനെയൊന്നും ഡ്രസ് കോഡ് അങ്ങനെ അത് ഇതിനു വേണ്ടി സെപ്പറേറ്റ് ചെയ്തതാണ്. ആരാണ് കൂടുതൽ ഈ പാട്ടും ഡാൻസിനോടൊക്കെ ഭയങ്കര പാഷനേറ്റഡ് ആയിട്ട്, അമ്മയാണോ മകളാണോ? നമ്മൾ രണ്ടുപേരും ഉണ്ട്, ഒരേപോലെയാണ്. അപ്പോ ദിവ്യശ്രീ അല്ലേ? അപ്പൊ ദിവ്യശ്രീ ചെറുപ്പം മുതലേ പാട്ട് പഠിക്കുന്നുണ്ട്. എത്ര വയസ്സ് മുതൽ? 10 വയസ്സ് മുതൽ പഠിക്കും. 10 വയസ്സ് മുതൽ പഠിക്കുന്നുണ്ട്. ആ പാട്ട് വേറെ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ടോ? അതേ പാട്ട് ഇൻസ്ട്രുമെന്റ് കോളേജിൽ പഠിച്ചിരുന്നപ്പോ വീണ പഠിച്ചിരുന്നു, അല്ലാതെ പഠിച്ചിട്ടില്ല. അത് ശരി. ഹൃദ്യക്കോ? ഹൃദ്യ എത്ര വയസ്സിലുള്ള പാട്ട് പഠിക്കാൻ? അമ്മയാണോ ആദ്യ ഗുരു? അതെ, അമ്മയാണ്. അപ്പൊ എത്ര വർഷമായിട്ട് പഠിക്കണു പാട്ട്? ഞാൻ ഒരു 6 വയസ്സ് തൊട്ട് പഠിക്കാൻ തുടങ്ങി, ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്നു. അതെ. ഷീലാമ്മയ്ക്ക് എന്താണ് ചോദിക്കാനുള്ളത്? വളർന്നു വരുന്ന ഒരു കലാകാരികളാണ് രണ്ടുപേരും. ഈ പാട്ട് പഠിച്ചിട്ട് അമ്മയുടെ അടുത്ത് മാത്രമാണോ പഠിക്കുന്നത്, അല്ലെ പുറത്തു പോയി പഠിക്കുന്നത്? അല്ല, ഇപ്പൊ പുറത്ത് പോയി പുറത്ത് പഠിക്കണം, എന്നാലേ ശരിയാവുള്ളൂ. അങ്ങനെ മനസ്സിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു, ഞാൻ വലിയൊരു ചിത്രമാതിരി ഒരു വലിയൊരു പാട്ടുകാരി ആവണമെന്ന് മനസ്സിനകത്ത് വിചാരിക്കണം. എന്നാലേ നമുക്ക് യു മസ്റ്റ് ഹാവ് സംബഡി, ഒരു ആരെങ്കിലും ഒരാളുണ്ടെങ്കിലേ നമ്മുടെ മനസ്സിൽ അങ്ങനെ വിചാരിക്കണം. ഈ ഫാമിലി ജീവിതവും കലാജീവിതവും ഒക്കെ ഒരുമിച്ച് മാനേജ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ടഫായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യുന്ന ഹസ്ബൻഡാണ്. അദ്ദേഹം പാട്ടൊക്കെ പാടുന്ന ആളാണ്? അദ്ദേഹം കൂടുതൽ സാഹിത്യമാണ്. സാഹിത്യമാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം രണ്ടുപേർക്കും. പേരെന്താണ് ചേട്ടാ? എന്റെ പേര് രാജ്മോഹൻ. രാജ്മോഹൻ കൂളശ്ശേരി എന്ന പേരിലാണ് എഴുതുന്നത്. ഓക്കെ. അപ്പൊ ഇപ്പൊ ഭാര്യ, മക്കൾ രണ്ടുപേരും ഈ കലാപരമായിട്ട്. മോളുടെ പേര് പറഞ്ഞില്ലല്ലോ. ദേവനന്ദ. ദേവനന്ദയ്ക്ക് പാട്ട് ഇഷ്ടമാണോ? ഇഷ്ടം. പാട്ട് പഠിക്കുന്നുണ്ടോ? ഇല്ല. ഇനി പഠിക്കുവോ? പഠിക്കും. പഠിക്കും. ചേച്ചിയാണോ അമ്മയാണോ ബെസ്റ്റ് പാട്ടുകാരി? ചേച്ചി. ചേച്ചിയാണ്. അല്ലെങ്കിൽ ചേച്ചി വീട്ടിൽ പോയിട്ട് ശരിയാക്കും, അല്ലെങ്കിൽ ചേച്ചി നല്ല ചെവിക്കൊരു നുള്ളു കൊടുക്കുമായിരുന്നു. ശരി, അപ്പൊ കണ്ടതിൽ പരിചയപ്പെട്ടതിൽ സന്തോഷം. ഷീലാമ്മയ്ക്ക് എങ്ങനെയാണ് പാട്ടുകള് ഇഷ്ടമുള്ള ആളാണ്? പാട്ട് ഏറ്റവും ഇഷ്ടമുള്ള, അത് റേഡിയോ ഇല്ലാതെ എൻ്റെ വീട്ടിൽ ഞാൻ ഒരു നിമിഷം പോലും കഴിയില്ല. ഓ, അത് ശരി. പക്ഷേ എനിക്ക് ചെന്നൈയിൽ വന്ന് ഇവിടത്തെ കിട്ടുന്നില്ല, മലയാളം കിട്ടുന്നില്ല. അവിടത്തെ എല്ലാം കിട്ടും. റേഡിയോ എപ്പോഴും വേണം, എപ്പോഴും വേണം. നൈറ്റ് ഉറങ്ങുമ്പോൾ മാത്രം ഒരു 12 പാട്ട് കേട്ടിട്ട് ഉറങ്ങും. അങ്ങനെ പാട്ട് എനിക്ക് എപ്പോഴും കേൾക്കണം, പാട്ട് കേട്ടോണ്ടിരിക്കണം എനിക്ക്. ഇപ്പൊ ഈ ഷീലാമ്മയ്ക്ക് ഏതെങ്കിലും ഒരു പാട്ട് ഇവര് പാടി കേൾക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാട്ട് പറഞ്ഞ ഒരു 4 വരി പാടും അല്ലെ? ദിവ്യശ്രീ പാടും. ഏതെങ്കിലും പാട്ട് ഇഷ്ടമുള്ള ഒരു പാട്ട് പാടും. അന്ന് ഇഷ്ടമുള്ള ഒരു പാട്ട് ഷീലാമ്മയ്ക്ക് വേണ്ടി ഒരു പാട്ട് 4 വരി. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക, ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലിട്ടു. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക, ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലിട്ടു. ഈ പാട്ടറിയാമോ? ഈ പാട്ടുകളൊന്നും അറിയണ്ടാവില്ല അല്ലേ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അല്ല, ആ പാട്ട് നിങ്ങൾ രണ്ടുപേരും ഏതെങ്കിലും ഒരു പാട്ട് തനിച്ച് പാട് കേൾക്കട്ടെ. അറിയാവുന്ന പാട്, അമ്മയ്ക്ക് അറിയാവുന്ന ഒരു പാട്ട് പാട്. കൊന്നിമണിച്ചെപ്പു തുറന്നിന്നി നോക്കും നേരം, പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനിങ്ങു പോയി. കാറ്റു വന്നു പൊന്മുളതൻ കാതിൽ മൂളും നേരം, കാത്തു നിന്ന തോഴനെന്നെ ഓർത്തു പാടും പോലെ. കൊന്നിമണിച്ചെപ്പു തുറന്നിന്നി നോക്കും നേരം, പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനിങ്ങു പോയി. കാറ്റു വന്നു പൊന്മുളതൻ കാതിൽ മൂളും നേരം, കാത്തു നിന്ന തോഴനെന്നെ ഓർത്തു പാടും പോലെ. അടിപൊളി. ഈ പാട്ട് തന്നെ നിങ്ങൾ വന്ന് പാട് രണ്ടുപേരും, ഈ സെയിം പാട്ട്. കുന്നിമണിച്ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം, പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനിങ്ങു പോയി. കാറ്റു വന്നു പൊൻമുളതൻ കാതിൽ മൂളും നേരം, കാത്തിരുന്ന തോഴനെ
തുറന്നെണ്ണി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനിങ്ങു പോയി. ഗുരുവും ശിക്ഷയും നല്ല കാര്യമാണ്. അതെ, അതറിയാനായിരുന്നു ഷീലാമ്മ അങ്ങനെ രണ്ടുപേരെ കൊണ്ട് പാടിപ്പിച്ചത്. ഇവര് തമ്മിലേ ഭയങ്കര ഒരു ബോണ്ടിങ് ഉണ്ട്. അതായത് എല്ലാം ഇവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അങ്ങനെ ഭയങ്കര ഫ്രണ്ട്സ് ആണ്. പക്ഷെ അങ്ങനെയാണ് ഇവരത് പറയുന്നത്. എങ്ങനെ നമ്മുടെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അമ്മയും മകളും പോലെ സ്ട്രിക്റ്റ് ഒന്നും അല്ല, ഭയങ്കര ഫ്രണ്ട്സ് ആണ്, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും, എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം അമ്മയ്ക്ക്, അമ്മയുടെ എല്ലാ കാര്യങ്ങളും, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ നമുക്കതൊന്ന് ടെസ്റ്റും കൂടി ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്ത് പറയുന്നു? അതെ അതെ, കറക്റ്റായിട്ട്, തീർച്ചയായിട്ടും. ചെറിയ ചെറിയ ഇഷ്ടങ്ങളൊക്കെ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുമെന്ന് അറിയണമല്ലോ. അപ്പൊ അമ്മയോട് ചോദിക്കാം. അമ്മയോട് മകളുടെ ഇഷ്ടങ്ങളെ കുറിച്ചിട്ട് നമുക്കൊന്ന് ചോദിച്ചാൽ മകളിപ്പോ കേട്ടോണ്ടിരിക്കല്ലേ, ഉടനെ പറയുന്നില്ല. അല്ല, മകളപ്പൊ പറയാലോ, തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയാം, ശരി, കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് എന്ന് പറയാം. ഈ ഹൃദയക്ക് മോൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്? ചിക്കൻ ബിരിയാണി അങ്ങനെയുള്ള. ചിക്കൻ ബിരിയാണി അങ്ങനെയുള്ള കാര്യങ്ങളോ? ആണോ? ആണോ? അതും ഇഷ്ടമാണ്. എന്നാലും ഫേവറേറ്റ് ഏതാണ്? എനിക്ക് ദോശ. ദോശ. ദോശയാണ് ഇഷ്ടം. സത്യം, പിള്ളേര് സത്യമേ പറയത്തുള്ളൂ. പിള്ള വായിൽ കള്ളമില്ലാതെ പറഞ്ഞത് എനിക്ക് ദോശയാണ്. പക്ഷെ അമ്മ പറഞ്ഞ ചിക്കൻ ബിരിയാണി അയ്യോ അങ്ങനെ. ഇനി ദോശ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. ഇനി അടുത്തത് നമുക്ക് അമ്മയോട് ചോദിക്കാം. ഹൃദയക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം, പോവാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലം ഏതായിരിക്കും? എപ്പോഴെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ദുബായ് പോകണമെന്ന് ഇഷ്ടമുണ്ട്. ആണോ ഹൃദയ? അല്ല, ഏതാ? ഫിൻലൻഡിൽ പോണം. ഫിൻലൻഡ്. ഭയങ്കര വ്യത്യാസം. ഇനി ഏറ്റവും അടുത്ത ഹൃദയയുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് ആരാണ്? പുണ്യ. എനിക്ക് 2-3 പേരുണ്ട്. 3 പേരുണ്ട്. അതിൽ ഒരാള് പുണ്യാണ്. ഓക്കെ, ഒരെണ്ണെങ്കിലും ശരിയായല്ലോ. അമ്മയ്ക്ക് ടെൻഷൻ ആയിട്ടോ. SLC പരീക്ഷയ്ക്ക് പോലും അമ്മ ഇത്രയും ടെൻഷൻ അടിച്ചിട്ടില്ല. നമുക്ക് മോളോട് ചോദിക്കാം. ഈ അമ്മയുടെ മനസ്സ് ഒരു മകൾ എന്ന നിലയിൽ എത്രത്തോളാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? ഓക്കെ, അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? ചിക്കൻ ബിരിയാണി. അങ്ങനെ അതാണ് കൊച്ചിനെ അടിച്ചേൽപ്പിക്കുന്നത്. അങ്ങനെയല്ല, സ്വീറ്റ്സ് ആണ് ഇഷ്ടം. ചിക്കൻ ബിരിയാണി ഒന്നും വലിയ താല്പര്യമില്ല. അങ്ങനെയല്ല, സ്വീറ്റ്സ് ആയിട്ടുള്ള എന്തും കഴിക്കും. ഭയങ്കര ഇഷ്ടം സ്വീറ്റ്സ് ആണ്. ഇനി അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം പോവാനുള്ള ഒരു സ്ഥലം അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ആൻഡമാൻ. ആണോ? കേട്ടോ, അത് കറക്റ്റ് ആയി. വെരി ഗുഡ്. മോള് പഠിച്ചു വെച്ചു അമ്മയുടെ ഇഷ്ടങ്ങള്. വെടിക്ക്. ഇനി അടുത്തത്, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏതായിരിക്കും? ഒരു സ്ഥലത്ത് പോകുമ്പോ ഏതൊരു ഡ്രസ്സിൽ പോകാനാണ് അമ്മയ്ക്ക് ഇഷ്ടം? സാരിയാണ്. കണ്ടോ? അപ്പൊ അതൊക്കെ മോൾക്കറിയാം. പാവം മോള് അമ്മയുടെ ഓരോ കുഞ്ഞു ആഗ്രഹങ്ങളും പഠിച്ചു വെച്ചിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു ബോണ്ടിങ് ഗെയിം, ഇതൊരു കുഞ്ഞു ഗെയിം ആയിരുന്നു. ഇതിൽ ജയിച്ച മോൾക്ക് നമുക്കൊരു കപ്പ് സമ്മാനമായിട്ട് കൊടുക്കാം. ഓക്കെ, യെസ്. അപ്പൊ ഈ ഒരു കപ്പാണ് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നത്. പക്ഷെ ഇതിൽ ഷീലാമ്മ ഒരു സൈനും കൂടി ചെയ്യണം. പെർഫോമൻസ് ആണ്. എന്താണ് ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് പെർഫോം ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഷീലാമ്മയ്ക്ക് വേണ്ടി ഒരു പാട്ടാണ് പാടുന്നത്. ഷീലാമ്മയ്ക്ക് വേണ്ടിയുള്ള ഒരു ഡെഡിക്കേഷൻ പോലെ പാടാണ്. സൂപ്പർ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അത് നമുക്കൊന്ന് കേട്ട് കളയാം. തുമ്പി തുമ്പി തുള്ളാൻ വായോ, ചെമ്പകപ്പൂക്കൾ നുള്ളാൻ വായോ, മുറ്റത്തെ മുല്ലയിലൂഞ്ഞാലാടാം, തത്തമ്മ പെണ്ണിൻ കൊഞ്ചൽ കേൾക്കാം. തുമ്പി തുമ്പി തുള്ളാൻ വായോ, ചെമ്പകപ്പൂക്കൾ നുള്ളാൻ വായോ, മുറ്റത്തെ മുല്ലയിലൂഞ്ഞാലാടാം, തത്തമ്മ പെണ്ണിൻ കൊഞ്ചൽ കേൾക്കാം. തുമ്പി തുമ്പി തുള്ളാൻ വായോ.
അഞ്ജനം തായോ തൂമണി നെറ്റിക്ക് കുങ്കുമം തായോ തുമ്പി തുമ്പി തുള്ളാൻ വായോ ചെമ്പകപ്പൂക്കൾ നുള്ളാൻ വായോ മുറ്റത്തെ മുല്ലയിലൂഞ്ഞാലാടാം തത്തമ്മ പെണ്ണിൻ കൊഞ്ചൽ കേൾക്കാം തുമ്പി തുമ്പി തുള്ളാൻ വായോ. അമ്പലക്കാവിൽ വേലയുണ്ടല്ലോ ആനയെ കാണാം അമ്പാരി കാണാം. അമ്പലക്കാവിൽ വേലയുണ്ടല്ലോ ആനയെ കാണാം അമ്പാരി കാണാം. തുമ്പി തുമ്പി തുള്ളാൻ വായോ ചെമ്പകപ്പൂക്കൾ നുള്ളാൻ വായോ മുറ്റത്തെ മുല്ലയിലൂഞ്ഞാലാടാം തത്തമ്മ പെണ്ണിൻ കൊഞ്ചൽ കേൾക്കാം തുമ്പി തുമ്പി തുള്ളാൻ വായോ. എന്തായാലും ഒരു വെറൈറ്റി സോങ് ആണല്ലോ. അധികം ആരും അങ്ങനെ നമ്മൾ കേട്ട് 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 മടുക്കാത്ത ഒരു ഫ്രഷ് പാട്ട്. അങ്ങനെ എനിക്ക് തോന്നി. കുഞ്ഞു കുട്ടികൾ ഒരു അമ്മയും മോളും ഇങ്ങനെ ഒന്ന് പാടുന്നതാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു. രണ്ടുപേരും പറ്റിയ പാട്ടായി. അതെ അതെ. അപ്പൊ എന്തായാലും ഇവർക്ക് ഈ ഒരു മനോഹര ഗാനം നമുക്ക് വേണ്ടി സമ്മാനിച്ചതിന് വേണ്ടിയിട്ട് ഷീലാമ്മയുടെ അടുത്ത് ഒരു സമ്മാനം കൂടി ഇവർ ഏറ്റുവാങ്ങാണ്. അപ്പം ഷീലാമ്മ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അപ്പൊ ഇനി എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് ദിവ്യശ്രീക്ക്? ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ അവസരം കിട്ടില്ല ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റിന്റെ കൂടെ ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് ഒരു മഹാഭാഗ്യമാണ്. എല്ലാവർക്കും ഒരുപാട് നന്ദി. പേരൻസിനും ഹസ്ബൻഡിനും എല്ലാവർക്കും ഒരു നന്ദി പറയാണ്. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഷീലാമ്മയും നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പൊ വീണ്ടും കാണാം. എല്ലാവരും ഒരു ചേർന്ന് ഒരു ചാച്ചാ ബൈ ബൈ പറഞ്ഞോളൂ. ചാച്ചാ ബൈ ബൈ.